നമസ്കാരം. ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മധുരം ജീവിതം ദ സീനേജ് ഫെസ്റ്റ് എന്ന മുതിർന്ന പൗരന്മാർക്കായി നഗരസഭ സംഘടിപ്പിച്ച കലാകായിക മാമാങ്കത്തിന് കൊടിയിറങ്ങി. ഇന്നത്തെ സമൂഹത്തിനു വേണ്ടി ഇന്നലകളിൽ വിയർപ്പൊഴുക്കിയ നമ്മുടെ മുൻഗാമികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കായിക സാംസ്കാരിക വാസനകളെ ഉദ്ദീപിപ്പിക്കുന്നതിനുമായി നഗരസഭ സംഘടിപ്പിച്ച മധുരം ജീവിതം സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അവിസ്മരണീയമായ ജീവിത അനുഭവങ്ങളാണ് പകർന്നു നൽകിയത്. സംഘാടക സമിതി രൂപീകരണം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പങ്കാളിത്തമാണ് മുതിർന്ന പൗരന്മാരിൽ നിന്നും ഉണ്ടായത്. അവരുടെ ഉത്സാഹവും കാര്യക്ഷമതയും ഏറ്റവും സുഗമമായ രീതിയിൽ പ്രഥമ വയോജന ഉത്സവം സംഘടിപ്പിക്കുന്നതിന് സഹായകമായി. ജനുവരി 10 വൈകുന്നേരം സായാഹ്ന നടത്തത്തിൽ ആരംഭിച്ച് കലാമേള, കായികമേള, സെമിനാറുകൾ, മെഡിക്കൽ ക്യാമ്പ്, കുടുംബശ്രീ വിപണനമേള, കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങി വിഭവസമൃദ്ധമായ മധുരം ജീവിതം 16 വൈകുന്നേരം ഘോഷയാത്രയോടുകൂടി പുത്തരിക്കണ്ടത്ത് നടന്ന സമാപന ചടങ്ങിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വ്യത്യസ്ത മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിലെ 8 പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് നഗരരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. വയോജനോത്സവത്തിൻ്റെ മികവാർന്ന സംഘാടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ക്ലൈനസ് റൊസാരിയോയ്ക്കും സംഘാടക സമിതി അംഗങ്ങൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും ജീവനക്കാർക്കും നഗരസഭാ ജീവനക്കാർക്കും വോളണ്ടിയർമാർക്കും തെരുവ് കച്ചവടക്കാരുടെ സംഘടനകൾക്കും ഇതിനെല്ലാം ഉപരി ഈ ഉത്സവത്തിൻ്റെ ജീവനാഡിയായ സീനേജസിനും നന്ദി രേഖപ്പെടുത്തുന്നു. പരിപാടിയുടെ പങ്കാളിത്തത്തിലും മത്സരവേദികളിലും സമ്മാനദാന വേദിയിലും ഒക്കെ കണ്ട ചെറുപ്പക്കാരായ മുതിർന്ന പൗരന്മാരുടെ അടങ്ങാത്ത ആവേശവും ഉത്സാഹവും ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. ഈ ഊർജം വരും വർഷങ്ങളിലും മധുരം ജീവിതം തുടരുന്നതിന് തീർച്ചയായും കാരണമാകും. ഹൃദ്യമായ അടുത്ത കൂടിച്ചേരലിനായി മധുരം ജീവിതം 2.0 കാത്തിരിക്കാം. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.